ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാട്ടോ ഇന്നത്തെ വീഡിയോ. കുറച്ച് ലേറ്റായി പോയി, സോറി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെടി നടാം. അപ്പോൾ അത് ഏതൊക്കെ ചെടിയാണ്, എങ്ങനെയൊക്കെയാണ് നടുന്നത്, അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയൊക്കെ റെഡിയാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കൊക്കോ പീറ്റും വെർമി കമ്പോസ്റ്റും ഗാർഡൻ സോയിലുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു ആദ്യം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഞാനിവിടെ ചെടിയല്ല വിത്ത് മുളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ചെറിയ ചെറിയ കല്ലുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും ചെടിയുടെ വേരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ മൂന്നും കൂടി, അതായത് വെർമി കമ്പോസ്റ്റും കൊക്കോ പീറ്റും നമ്മുടെ സോയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഡിസ്പോസിബിൾ ബോക്സാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് പ്രോപ്പർ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അടിയിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യാം. ഇതേ കണ്ടോ, ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യാം. ഇത് ഡൈമോർഫോതേക്ക എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വിത്താണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നടാം. അതുപോലെ തന്നെ നമ്മൾ വിത്ത് പാകുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഒന്നിന് മേളിലൊന്നും ഓവർലാപ്പ് ചെയ്ത് നടാൻ പാടില്ല. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമുക്ക് വിത്ത് നടാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി അടുത്ത് ഞാൻ എടുത്തേക്കുന്നത് മെസംബ്രിയാന്തം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ വിത്താണ്. പിന്നെ കലണ്ടുല, അങ്ങനെ കുറച്ച് അധികം വിത്ത് തന്നെ ഞാനിപ്പോൾ നടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ അങ്ങനെ അത് സെറ്റായി. ഇതാണ് ഞാൻ ഇപ്പോൾ നട്ട വിത്ത്. ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു 10-12 വിത്ത് ഞാനിപ്പോൾ നട്ടു. അതിൽ തന്നെ ഇതിൻ്റെ നമ്മൾ താഴെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം അത് അബ്സോർബ് ചെയ്തോളും. നമ്മൾ സ്പ്രേ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ജസ്റ്റ് ഒരു 1 മന്തിന് ശേഷമുള്ള വ്യൂ ആട്ടോ. ഇത് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റോക്ക് പ്ലാന്റ് ആണിത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഫ്ലവർ എന്ന് ജസ്റ്റ് ഞാൻ മേളിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ പിന്നെ തരാം. അതുപോലെ തന്നെ ഇത് ഡൈമോർഫോതേക്ക, ഞാൻ നേരത്തെ നട്ടില്ല ഡൈമോർഫോതേക്ക, ആ പ്ലാന്റ് ആണ്. അതിൻ്റെ ഫ്ലവറാണ് ഞാൻ ഇന്ന് മേളിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഓർണമെൻ്റൽ ക്യാബേജ് ആണ്. ഇതൊക്കെ ശരിക്കും ഇവിടെ നമ്മുടെ ക്ലൈമറ്റിന് സ്യൂറ്റബിൾ ആണോ എന്നറിയില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്കൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റിലോ നന്നായിട്ട്, ഓസ്റ്റിയോപെർമം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ജസ്റ്റ് ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റ്, ഇതൊരു സ്പ്രെഡ് ആവുന്ന ടൈപ്പാണ്. നമുക്ക് ഹാങ് ചെയ്തിടുമ്പോഴത്തേക്കൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഇത് കലണ്ടുല, ഇതിൻ്റെ ഫ്ലവർ നല്ല രസമാണ് കാണാൻ, കലണ്ടുല. അപ്പോൾ നമുക്കിത് വളരുമെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള അത് വളർന്ന അടുത്ത സ്റ്റേജാണിത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ജസ്റ്റ് മിനിമൽ വാട്ടറിങ് മതി. അതായത് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട. ജസ്റ്റ് ദിവസം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്താൽ മതി. ഇത് ജസ്റ്റ് 1 മന്ത് ആയിട്ടില്ല കേട്ടോ. ഇതൊരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കുള്ളതാണ്. ഇതൊരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുള്ളതാണ്. ഇത് അക്രോക്ലിനിയം എന്ന് പറയുന്നൊരു ചെടിയാട്ടോ. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലവർ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയ ഫോട്ടോയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ പിന്നെ തരാം. ഇത് കൊറിയോപ്സിസ്, ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. കണ്ടില്ലേ, കൊറിയോപ്സിസ്. ഇതും ജസ്റ്റ് 1 വീക്കാണ്. ഇത് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് ഡയാന്തസ് എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് സ്വീറ്റ് വില്യം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ജസ്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണിത്. സ്വീറ്റ് വില്യം ഞാൻ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് തന്നെ കേട്ടോ ഇതെല്ലാം. ഇത് ഹോളി ഹോക്ക് എന്നാണ് പേര്. ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റിന് സ്യൂറ്റബിൾ ആണോ എന്ന് അറിയില്ല, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് ആൻറ്റിർഹീനം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. കണ്ടില്ലേ, ആൻറ്റിർഹീനം സ്നാപ്ഡ്രാഗൺ എന്നും പറയും. ഇത് നമ്മുടെ
നമ്മുടെ പോപ്പി, കാലിഫോർണിയ പോപ്പിയാണ്. എല്ലാത്തിൻ്റെതും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഒരെണ്ണമെങ്കിലും എനിക്ക് വിത്ത് മുളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജമന്തി. ഇത് ഞാൻ 2 ടൈപ്പ് ജമന്തിയാണ് ഇതിൽ നട്ടിട്ടുള്ളത്. ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ കണ്ട ചെടികളുടെ അപ്ഡേറ്റ്, അതെങ്ങനെയാണ് വളരുന്നത്, സൺലൈറ്റ് വേണോ, ഷെയ്ഡ് വേണോ, അതുപോലെ വാട്ടർ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, പ്രൂണിങ് എങ്ങനെയാണ്, അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡെഡ് ഹെഡ് എങ്ങനെ ചെയ്യാം, ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.